ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ റെഡിയായി പോയത് നമ്മുടെ കിച്ചണിൻ്റെ ഓഫീസിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് ഇറങ്ങാൻ പോയിട്ടാണ്. അത് എവിടെ പോയതെന്ന് വെച്ചാൽ നമ്മുടെ അബുദാബിയിലെ തന്നെ ഏറ്റവും വലിയ മാളായ യാസ് മാള്, ഐക്യതൊക്കെ ഉണ്ടോ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്കകത്ത് സ്വാഗതം. ഞാൻ ഈ ഇടയിലെടുത്ത ഡ്രസ്സാണ് കേട്ടോ, അത് ടോപ്പാണ്. അതുപോലെ ഈ ബാഗ് ഇടയിലെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എനിക്ക് നല്ല മാച്ച് തോന്നിയിട്ട് ഞാൻ അത് തന്നെയാണ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം പോകുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരില്ലാതെ ഞങ്ങൾ 4 പെൺതരികൾ കൂടിയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പോയിട്ട് ഒരുപാടായി. കോളേജുള്ള സമയത്താണ് കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ 3 വർഷത്തോളമായിട്ട് എല്ലാത്തിനും കിച്ചോട്ടനാണ് കൂടെ. അപ്പോൾ ആദ്യമായിട്ടാണ് വീണ്ടും 4 പെൺപടകൾ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കിച്ചോട്ടം കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വിളിക്കാൻ വന്നത് തന്നെയായിരുന്നു. ബാക്കി 3 പേരും 3 ലൊക്കേഷനിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവരെയും കൂടെ വിളിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവിട്ടു കേട്ടോ. ഏകദേശം ഇവിടെ നിന്ന് 1 മണിക്കൂറോളം ഉണ്ട് നമ്മുടെ യാസ് മാള്. ആ യാസ് മാളിൽ തന്നെയാണ് കേട്ടോ ഇവരുടെ ഹെഡ് ഓഫീസ്. അതിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സാണ് ഇതെല്ലാം. അവരുടെ കൂടെയാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു വട്ടം യാസ് മാളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഷോപ്പിങ്ങിനായിട്ടില്ല. അവരുടെ ഓഫീസ് അവിടെ ആയത് കാരണം കിച്ചണിന് ഒരു വട്ടം പോയപ്പോൾ എന്നെയും വിളിച്ചിട്ട് ഞാൻ താഴെ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഫ്രണ്ട് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ, സെൻറ്ററിലുള്ള കീർത്തിയെ മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കി പ്രതീക്ഷയും നീതു ഉണ്ടായിരുന്നു. പ്രതീക്ഷയുടെ മോൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്പോട്ടിലാണ് അവനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവൻ ഏകദേശം ഒരു 5 വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ ആളൊരു യൂട്യൂബറാണ്. ഞാനും തന്നെ കേട്ടിട്ട് ഷോക്കായിട്ടോ. ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ആൾക്ക്. 1 വർഷം മുമ്പൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ സീനിയറായിട്ട് വരും കേട്ടോ. എനിക്ക് തന്നെ ചിരി അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി. ഏകദേശം ഒരു മണിക്കൂറുണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഒരു 10-12 മണിക്കായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 5 മണി വരെ ഞങ്ങൾ കറങ്ങാമെന്നാണ് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയുണ്ട്, ഞങ്ങൾ 5 മണിക്ക് കറക്റ്റായിട്ട് ഇറങ്ങുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു കേട്ടോ ഈ 5 മണി വരെ ഇതിനകത്ത് എന്താ കറങ്ങാമെന്നൊക്കെ. പക്ഷെ പോയപ്പോഴാണ് ഈ സംഭവം പിടികിട്ടിയത്. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ ഫുഡ് കോർട്ടിൻ്റെ അടുത്താണ് കൊണ്ടുപോയി കിച്ചട്ടിനെ ഇറക്കി വിട്ടത്. എന്നിട്ട് പോയി കേട്ടോ, ഞങ്ങളവിടെ ഇറക്കി വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. യാസ് മാളും ഐക്യ ഇവരുടെ ഹെഡ് ഓഫീസ് എല്ലാം ഒരേ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നേരെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് ഫുഡ് കോർട്ടിൻ്റെ അടുത്തായിട്ട് ഇറക്കി വിട്ടിട്ട് പോയി കേട്ടോ. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മുടെ UAE നാഷണൽ ഡേയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് ഓരോ ഷോപ്പ് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ പരമായിട്ട് എല്ലാ ഷോപ്പും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് കണ്ടോ, ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഫുൾ ഫ്ലവർ ഇട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ. ഇതാണെങ്കിൽ എൻ്റെ ഡ്രസ്സിന് നല്ല മാച്ചും ആയിരുന്നു. അതിനടുത്ത് തന്നെ ഒരു കുഞ്ഞ് സൈക്കിളും ഒരു പണ്ടത്തെ ഒരു ഫോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അവിടെ. അപ്പോൾ 2 യൂട്യൂബേഴ്സ് നിൽക്കും ഞങ്ങൾ ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി ഞങ്ങളെ നിർത്തി എടുത്തോട്ടെ. എനിക്ക് ചിരി വന്നേ. പിന്നെ കണ്ടോ ഈ സൈക്കിളിലൊക്കെ പിടിച്ചിട്ട് ഞാനും കുറച്ച് നേരമൊക്കെ അവിടെ പോസ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു യൂട്യൂബറില്ലേ, അവനാണെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ആൾ നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. 5 വയസ്സായിരുന്നു കേട്ടോ. 900 സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബറാണിത്. എന്താണ് സീനിയറാണ്. ഹലോ, ഹായ്. ഞാൻ എന്നെ തന്നെ യൂട്യൂബർ പറയുന്നത് ഒരു ചിരി വരുന്നു കേട്ടോ ഗൈസ്. ഈ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വിട്ടത്. കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. ഒരു 10 മിനിറ്റോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അതുപോലെയൊക്കെ കുറച്ച് നേരം അവിടെ നിന്നു. എങ്ങനെ 5 മണി വരെ ചിലവഴിക്കും എങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് കറക്റ്റായി പോയിട്ടോ. അവിടെ പോയപ്പോൾ സമയം പോരാത്തൊരവസ്ഥയായി. സംഭവം ഇതായിരുന്നു കേട്ടോ. അതിനകത്ത് കയറിയിട്ട് അവനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ആൾ അതിനനുസരിച്ചുള്ള അഭിനയിക്കുകയും എല്ലാ സാധനവും ക്യാപ്പാണെങ്കിലും കപ്പാണെങ്കിലും അതുപോലത്തെ നോട്ട്ബുക്ക് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ കുറച്ച് നേരം അവിടെ നിന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇവരുടെ വോയിസൊക്കെ കട്ട് ചെയ്യണേ വേണ്ടി എന്നെ റിക്വസ്റ്റ് ചെയ്യും. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ആ സമയത്തൊക്കെ ഇവരുടെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് ലോങ് വീഡിയോ എന്ന് ചെയ്യുമ്പോൾ വോയിസ് ഇടല്ലേ എന്നൊക്കെ പറഞ്ഞത് കാരണം കേട്ടോ ഞാൻ ആ റിക്വസ്റ്റ് ഞാൻ പാലിച്ചത് കൊണ്ടാണ് ആ വോയിസൊക്കെ അവിടെ കട്ട് ചെയ്തത്.
അങ്ങനെ ഒരു കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. നിന്നിട്ട് ഞങ്ങൾ നേരെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലോ ഈ സൈഡ് ഞങ്ങൾ ഇറക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വലിയൊരു മാളാണ്. അപ്പം ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് അവിടെ പോയി കറങ്ങാതെ വേണ്ടി ഞങ്ങൾ കുറച്ച് ആദ്യം ജസ്റ്റ് ഒന്ന് കയറിയല്ലോ കേട്ടോ അതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ഫുഡ് കോർട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോഴുണ്ട് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഈ നാഷണൽ ഡേയുടെ ഒരു വലിയൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് അവിടെ ഡാൻസിലേക്ക് അത് കഴിയുകയും ചെയ്തു കേട്ടോ. ആ സമയത്ത് കിട്ടിയ ഒരു ഇതാണ് ഞങ്ങൾ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകണം. ഇത് നമ്മുടെ ഐഫോണിൻ്റെ വലിയൊരു ഷോപ്പാണ്, ഏറ്റവും വലിയ ഷോപ്പാണെന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകാം കേട്ടോ. ഇവർ ഈ 3 പേരും വർക്ക് ചെയ്യുന്നത് ഈ മാളിനകത്ത് തന്നെയാണ് കേട്ടോ. കൃഷ്ണയുടെയൊക്കെ ഹെഡ് ഓഫീസ് ഉള്ളത്, ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് ഇവർ 3 പേരും. അപ്പോൾ ഇവർ ഓഫീസ് സ്റ്റാഫായത് കാരണം ഇതിനകത്ത് എന്താണെങ്കിലും ഇവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കോർട്ടിലാണെങ്കിലും ഇവർ ഓഫീസ് സ്റ്റാഫായത് കാരണം നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവരുടെ ഡിസ്കൗണ്ടുള്ള സ്റ്റാഫ് എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. അന്ന് ഒരു സൺഡേ ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സൺഡേ ആയിട്ടും ആ സ്റ്റാഫ് അവർക്ക് ലീവാണ് സൺഡേ, പക്ഷേ സൺഡേ ആയിട്ടും സ്റ്റാഫ് എന്നൊരു കൺസെഷനിൽ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നത് KFC ആണ്. ബാക്കി 3 പേരും വെജായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. കാരണം വൃശ്ചിക മാസമായത് കാരണം കേട്ടോ അവൻ വെജിറ്റേറിയൻ ആയത്. പക്ഷെ ഞാനിപ്പോൾ ഈ വർഷം അതാണ് ഞാൻ അടിപൊളി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്ക് കയ്യിൽ ഏകദേശം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇനി 3 മണിക്കൂർ നേരെ അതിന് കുറച്ച് ടോയ്സൊക്കെ ഉള്ളൊരു ഷോപ്പിലേക്ക് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും നോക്കിപ്പോകുന്ന രീതിയിൽ നല്ല അടിപൊളി ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അകത്ത് ഞാൻ കുറച്ച് വീഡിയോയ്ക്കൊക്കെ പറ്റുന്നതൊക്കെ പകർത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു വലിയൊരു ഷോപ്പുണ്ട് അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കീർത്തിയും നീതും ഞാനും പ്രതീക്ഷയും മോനും കൂടിയിട്ടാണ് ടോയ്സിൻ്റെയൊക്കെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവർ അതിനകത്ത് കയറിട്ടോ. പിന്നെ അതിനകത്ത് കയറിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ ഒരു 4 മണിയായി. 2 മണിക്കൂറോളം ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. 5 മണി വരെ എന്ത് ചെയ്യാമെന്നോർത്ത് എനിക്ക് സംഭവം എന്താണെന്ന് പിടികിട്ടിയത് അതിനകത്ത് പോയിട്ടാണ്. ഇവരിതിനകത്ത് വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ഒരു നേരം ഇവർ മേക്കപ്പ് ക്ലീനിങ്ങിൽ പോയി ഒന്നും ചെയ്തിട്ട് റെഡിയായിട്ട് വരാനുള്ളൊരു സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഇവർക്ക് സുഖമായിട്ട് നമ്മളകത്ത് വന്നിട്ട് മേക്കപ്പ് ചെയ്തിട്ട് പോകാം കേട്ടോ. അതിനുള്ള സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. ഇല്ലാത്ത സാധനമില്ല കേട്ടോ. കുറേ എല്ലാവരും എല്ലാം കുറേ എടുത്ത് വാരി വലിച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഓരോന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചു നോക്കും, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കളർ. ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മസ്കാര എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാണാത്തവരാണെങ്കിൽ കാണണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണണം എല്ലാവരും. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു മസ്കാര എൻ്റെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാരണപ്പോൾ അങ്ങനെ ഒരു മസ്കാര എടുത്തു. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ആൾക്ക് ടയേർഡായിട്ടോ അവന്. പിന്നെ അവനൊരു സൈഡിൽ റെസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ രീതിയിലൊരു 4 മണി വരെ 2 മണിക്കൂറോളം ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. സമയം എങ്ങനെ പോയി എന്ന് പോലും അറിഞ്ഞില്ല. നമ്മളിങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ പെൺപിള്ളേർ കൂടെ മാത്രമേ ഇതിനൊക്കെ വരാൻ പറ്റുള്ളൂ കേട്ടോ. അത് എനിക്ക് അന്നാണ് മനസ്സിലായത്. കാരണം ക്ഷമയോടുകൂടി ഇതിനൊക്കെ നമ്മൾ പെൺപിള്ളേർ മാത്രം വന്നാലേ നടക്കുള്ളൂ. നമ്മുടെ ഭർത്താക്കന്മാരെ വന്ന് എപ്പോൾ വിട്ടിട്ട് പോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അതൊരു കുഞ്ഞു മോനായത് കാരണം ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു കൊറിയൻ ടൈപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നമ്മുടെ ലിപ് ബാമാണ് കേട്ടോ. നല്ല രസമില്ല കാണാൻ. കുഞ്ഞു സാധനം കേട്ടോ. അത് കൊറിയയുടെ പ്രൊഡക്റ്റാണിത്. നല്ല അടിപൊളിയാണ്. എല്ലാം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. ഞങ്ങൾ ട്രൈ ചെയ്തുള്ളൂ. അങ്ങനെയൊന്നും വാങ്ങാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഒരു മസ്കാര എടുത്തിട്ടുണ്ടായിരുന്നു, നീതു ഒരു മസ്കാര എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര്, കീർത്തി അതുപോലെ ഒരു ലിബാമോ അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ഒരു പെർഫ്യൂമില്ലേ, അതിൻ്റെ റേറ്റ് നോക്കും നിങ്ങൾ, ഒരു 675 ദറംസാണ് കേട്ടോ. 675 ദറംസാണ്, ഏകദേശം ഒരു 15,000-ൻ്റെ ഒരു പെർഫ്യൂമാണ്. എല്ലാവരും അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിക്കാം. ആർക്കും എന്തും ചെയ്യാം കേട്ടോ ഇവിടെ, അങ്ങനെ ഒരു കണ്ടീഷനോ കാര്യങ്ങളൊന്നുമില്ല. കാരണം സമയം പോകും അതിൻ്റെ അകത്ത് പോയാൽ. അങ്ങനെ ഞാനെടുത്തൊരു ലിപ്സ്റ്റിക്കാണിത്. മസ്കാര എൻ്റെ കണ്ണിലാണ് കേട്ടോ ഇട്ട് നോക്കിയത്. എനിക്ക് ഓൾറെഡി നല്ല പീലിയുള്ളത് കാരണം ഇട്ടപ്പോൾ തന്നെ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണുന്നവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കാരണം അവരെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാ, പ്രതീക്ഷയാണ് മസ്കാര എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഐക്കേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ച പോലുമില്ല, എങ്ങനെ പോകുന്ന പോലും അറിയില്ല. ഞങ്ങൾ പെട്ടെന്ന് സാധനത്തിൻ്റെ പൈസ കൊടുത്ത് ഞങ്ങൾ നേരെ ഐക്കേക്ക് വിട്ടു കേട്ടോ. ഐക്കേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് പോയിട്ട് നമുക്ക് 5 മണിക്കാണ് കേട്ടോ നമുക്ക് കീർത്തയുടെ ഫ്രണ്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഐക്കയെ നോക്കിയിട്ട് പോവുകയാണേ. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഐക്കയിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടോ. ഞങ്ങളല്ല, ഞാൻ കേട്ടോ. കാരണം ഈ ബാക്കി 3 പേര് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് കാരണം അവർക്കെല്ലാം മുമ്പ് അറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നു കേട്ടോ, ആദ്യം ഇവിടെ വരായിരുന്നു എന്നുള്ളത്. സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഐക്കയിലാണെങ്കിൽ എല്ലാം നല്ല ഓഫറാണ്. കാരണം നമ്മുടെ ക്രിസ്മസും UAE നാഷണൽ ഡേ ഒക്കെ പ്രമാണിച്ച് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ സാധനത്തിന്. ഐക്കേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആ മാളിനകത്ത് കൂടെ തന്നെ നമുക്ക് ഐക്കേക്ക് പോകാം കേട്ടോ, അതിനുള്ള വഴിയുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരേ കോമ്പൗണ്ടിനുള്ളിലാണ് ഈ മാളും ഐക്കയും ഇവരുടെ കിറ്റ്മയുടെ ഹെഡ് ഓഫീസും എല്ലാം ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐക്കേക്ക്, ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോൾ. അതുപോലെ നമുക്ക് എത്ര ഷോപ്പിംഗ് ചെയ്താലും നമുക്കൊരു ടയേർഡ് ഇല്ല കേട്ടോ. കാരണം നല്ല അടിപൊളി, നല്ല ഇളം ചൂട് വെയിലും നല്ല അടിപൊളി തണുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു കലർന്നൊരു കാലാവസ്ഥയാണ്. അത് കാരണം നമുക്ക് ഒരു ടയേർഡൊന്നും ഫീൽ ചെയ്യില്ല. രാത്രിയാണെങ്കിൽ നല്ല തണുപ്പാണ്, പക്ഷെ ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല നല്ല കാറ്റും തണുപ്പും വെയിലും ഒക്കെ കലർന്നൊരു കാലാവസ്ഥയാണ്. അത് കാരണം നല്ല സുഖമുണ്ടാകും നമുക്ക് പുറത്തൊക്കെ നടക്കാൻ. ഞങ്ങൾ ഐക്കേക്ക് പോയിക്കൊണ്ടിരിക്കണേ. എവിടേക്കോ പോകുന്നൊരു ഫ്ലൈറ്റാണ് കേട്ടോ അത്. ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ എയർപോർട്ടുള്ളത്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാം. അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഐക്കേക്ക് കയറി. ഐക്കേക്ക് കയറിയത് തന്നെ അവന് നല്ല ഞങ്ങളുടെ കൂടെ കറങ്ങി. ഇനി അവൻ വരില്ല തോന്നുന്നു കേട്ടോ കേസ്. പക്ഷേ ആളൊരു യൂട്യൂബറൊക്കെ ആയത് കാരണം സഹകരിച്ച് നിന്നതാണേ. അവന് നേരെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനുണ്ടോ പോയത്. പാവം ആൾക്ക് കാലും കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഐക്കേക്ക് കയറിയത്. ശരിക്കും ഐക്കയുടെ ഫസ്റ്റ് കയറേണ്ടത് മേലെയായിരുന്നു കേട്ടോ. ഞങ്ങൾ താഴെ കൂടി നമുക്ക് എളുപ്പ വഴി ഏതാണോ അതിൽ കൂടിയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇനിയൊരു വട്ടം ഐക്കേക്ക് പോകണം. കാരണം ഞങ്ങൾ അവിടെ ഒന്നും കറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കയറി അവനൊരു ഐസ്ക്രീം വാങ്ങി ജസ്റ്റ് ഒരു അരമണിക്കൂർ ഞങ്ങളൊന്ന് അവിടെ ഒന്ന് ചുറ്റി അപ്പം തന്നെ ഇറങ്ങി വന്നു കേട്ടോ. ഇനി ഒരു വട്ടം കൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. കയറിയപ്പോൾ തന്നെ ക്രിസ്മസിന് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ അവിടെ നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഐസ്ക്രീമും അവന് വാങ്ങിച്ചു കൊടുത്തു. ഒരു ട്രോളിക്കകത്ത് അവനെ ആക്കിയിട്ടോ. അവനവിടെ സെറ്റായ ഒരു ഐസ്ക്രീമും കഴിച്ചൊരു ട്രോളിക്കകത്ത് കയറ്റിയപ്പോൾ ആൾ സെറ്റായിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അവന് കാല് കടിയുന്നുണ്ടോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ടെൻഷൻ. വേറെ നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ വിളിച്ചിട്ട് പോയാൽ അവരെപ്പോഴോ നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ടായി. ഇതിലൊക്കെ പെൺപിള്ളേർ പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ അവന് പാവം ഇതൊരു കുഞ്ഞുമോനായത് കാരണം ഇരുന്നാണ് ക്ഷമയോട് കൂടിയിട്ട് ഞങ്ങൾ നേരെ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയതും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായിട്ടോ. കാരണം എല്ലാം നല്ല അടിപൊളി നല്ല ഓഫറുണ്ട് ഇപ്പോൾ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇവർക്കൊരു ഫ്ലവർ എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് ആ സൈഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോകുമ്പോൾ എനിക്ക് ഞങ്ങൾ അതൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ തരിക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ കിട്ടിയ ആ അരമണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഐക്കേക്കുള്ള സ്പെൻഡ് ചെയ്തത്. എവിടെയും മതിയാവില്ല കേട്ടോ. കാരണം നമ്മൾ മാളിൽ കറങ്ങിയ ആ സമയം മൊത്തം നമ്മൾ ഇവിടെയായിരുന്നു ശരിക്കും ചിലവഴിക്കേണ്ടത്. അത്രയും കാണാനുണ്ട്. നമുക്കൊരു ഫ്ലവർ എടുക്കണമെന്നുള്ള രീതിയിലുള്ള നമ്മൾ ആ സൈഡ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അതൊക്കെ എടുത്തു. ഈ സൈഡ് പോയപ്പോൾ എനിക്ക് ഊട്ടിയിലൊരു ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോയൊരു ഫീല് വന്നത്. നല്ല അടിപൊളിയായിട്ടില്ല ഇവിടെ കാണാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ.
അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെയാണ് ആദ്യം പോകേണ്ടത്, പക്ഷെ ഞങ്ങൾ താഴേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതുവരെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് പില്ലോ, ബെഡ്, ആ ഒരു മൊത്തം ഫർണിച്ചറാണല്ലോ ഇവിടെ ഉള്ളത് ഏകദേശം. അപ്പോൾ ഞങ്ങൾ ആ സൈഡിലേക്കാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബെഡ് കാര്യങ്ങൾ പില്ലോ ഒക്കെ ആയിരുന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിടക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതുപോലെയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ കിടന്നാലും സെറ്റിയിലിരുന്നാലും ബെഡിൽ കിടന്നാലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. എല്ലാവരും തന്നെ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ആ സെറ്റിയിലേക്ക് ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ ഒരു ട്രോളിക്കകത്താക്കിയത് കാരണം ഞങ്ങൾക്ക് ടെൻഷൻ, ഒരു ഫോണും കൊടുത്തത് കാരണം ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ. ഞങ്ങൾ കുറച്ച് നേരം കിട്ടിയ ഒരു അരമണിക്കൂർ ഞങ്ങൾ അവിടെ എല്ലാവിടെയും കുറച്ച് നേരമൊക്കെ കറങ്ങി. ബെഡൊക്കെ നല്ല അടിപൊളിയുണ്ട് കേട്ടോ. അതുപോലെ നല്ല ഓഫറുണ്ട്. ശരിക്കും നോക്കാനുള്ള സമയം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഐക്യന്ന് ഞങ്ങൾ എന്താ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചവിട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്ലവർ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ 2-3 ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ വിശ്രമിക്കുന്ന രീതിയിൽ ഇരിക്കുക, വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ആ സൈഡിൽ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കളിയാക്കി കൊല്ലുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ വിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഇതൊക്കെ. ഇത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നു കേട്ടോ ഗൈസ്. നല്ലോണം എൻജോയ് ചെയ്തേ. കുറേ വർഷത്തിന് ശേഷം ആണല്ലോ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അത് 4 പെൺപിള്ളേർ കൂടെ ഇങ്ങനെ പുറത്ത് പോകുന്നത്. നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ അന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ, ഇത് ഞങ്ങളെപ്പോലെ തന്നെ 4 പേര് മേലെ ഉണ്ടായിരുന്നു കേട്ടോ. ആരാണെന്ന് അറിയണ്ടേ, കാണിച്ചു തരാം കേട്ടോ. കുരങ്ങന്മാരാണ് തന്നെയാണ് ഞങ്ങൾ 4 പേര് ടീം പോലെ തന്നെ തോന്നിയിട്ടു ഞങ്ങൾക്ക് ആ മേലെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ ചിരിച്ചു കേട്ടോ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും. ഞാൻ ഈ നടന്നു വരുന്ന സമയത്ത് കീർത്തി കറക്റ്റായിട്ടൊരു കുപ്പി എടുത്തായിരുന്നു കേട്ടോ. കുപ്പിയിൽ ഇറങ്ങിയ ഭൂതം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ്. ഇത് നമ്മുടെ ഷോർട്ട് വീഡിയോയിലുണ്ട് കേട്ടോ. ഇതാണ് കുപ്പിയിൽ ഇറങ്ങിയ ഭൂതം. അങ്ങനെ ഞങ്ങൾ അതെല്ലാം എടുത്ത് നമ്മുടെ ഫ്രണ്ട് കറക്റ്റ് 5 മണിയാകുമ്പോൾ വിളിക്കാമെന്ന് ഞങ്ങൾ ഐക്യയിലേക്ക് പോയപ്പോൾ തന്നെ ഏകദേശം 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അരമണിക്കൂർ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ ഇത് ഞാൻ ഷോപ്പിങ്ങിൽ പോയ കൃഷ്ണയുടെ അവസ്ഥ ആലോചിച്ചിട്ട് കീർത്തി കളിയാക്കണ്ടോ. ജസ്റ്റ് ചുമ്മാ കളിയാക്കിയതാണ്. എല്ലാവരും പരസ്പരം കളിയാക്കൽ തന്നെയായിരുന്നു കേട്ടോ അത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത സാധനത്തിന്റെ പൈസയൊക്കെ കൊടുത്ത് നേരെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കീർത്തിയുടെ ഫ്രണ്ടാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ബില്ലടിച്ചു കേട്ടോ. ബില്ലടിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. പുറത്തിറങ്ങുമ്പോൾ UAE നാഷണൽ ഡേയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതും ഞാൻ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പരിപാടി എന്താണെന്ന് ശരിക്കും കണ്ടു നിന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ വന്ന് താഴെ ഇറങ്ങി കേട്ടോ. താഴെ ഇറങ്ങിയതും പിന്നെ നമ്മൾ വന്ന സമയത്ത് ഒരു 12 മണിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ മാളിലൊന്നും അങ്ങനെ ഒരു വലിയ തിരക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു 5 മണിയൊക്കെ ആയിരുന്നല്ലോ ഓഫീസൊക്കെ വിട്ട സമയം. അതുപോലെ UAE നാഷണൽ ഡേ ഒക്കെ അല്ലേ, മാളിൽ നടക്കാൻ തന്നെ പറ്റാത്ത അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ദുബായ് മാളിൽ പോയൊരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ദുബായ് ഏറ്റവും വലിയ മാള് നമ്മുടെ ദുബായ് മാളായത് കാരണം അബുദാബിയിലെ ഏറ്റവും വലിയ മാള് ഈ മാൾ തന്നെയായിട്ട് നമ്മുടെ യാസ് മാള്. അതിൻ്റെ തിരക്ക് ആ ഒരു 5 മണി സമയത്തൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയത് തന്നെ ഐക്യന് കിട്ടിയ ബാഗാണിത്. അത് ബാഗ് നമ്മുടെ കുട്ടമ്പിള്ളയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. കുട്ടമ്പിള്ള ആരാന്നറിയണ്ടേ, നമ്മുടെ കീർത്തിയുടെ പൂച്ചയാണ് കേട്ടോ കുട്ടമ്പിള്ള. അപ്പോൾ നേരെ ഞങ്ങൾ കുട്ടമ്പിള്ളയെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കീർത്തിയുടെ വീട്ടിലാണ് കേട്ടോ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കീർത്തിയുടെ വീടെത്തിയതും കീർത്തിയുടെ ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ കയറിയിട്ട് അകത്ത് നമ്മൾ കുട്ടമ്പിള്ളയെ കാണിച്ചു തരാം കേട്ടോ. അത് ഇവനാണ് കുട്ടമ്പിള്ള. ഈ ഇടയിൽ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഇവയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പുതിയ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുള്ള പൂച്ച. അതുപോലെ ഇവനിപ്പോൾ ഇനിയിപ്പോൾ എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ. കുട്ടമ്പിള്ള പാസ്പോർട്ടൊക്കെ കുട്ടമ്പിള്ള എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയെ മിക്കവാറും ഇറങ്ങും കേട്ടോ. ഇവർ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവനെയും കൊണ്ട് പോകുന്ന തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ എന്നെ കിച്ചോട്ടം വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്നവരെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് കീർത്തിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആൾ ആ ബാഗിനകത്ത് സെറ്റായിട്ടോ. അവന് വേണ്ടിയിട്ടാണ് അവൾ ആ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടമ്പിള്ള ആൾ പുലിയാണ് കേട്ടോ. കണ്ടോ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹസ്ബൻഡ് വന്നു. എന്നെ വിളിക്കാൻ കിച്ചോട്ടം വന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറേ കാലത്തിന് ശേഷം നല്ലോണം സന്തോഷിച്ചു എന്നല്ല, കുറേ കാലത്തിന് ശേഷം ഇതുപോലെ ഫ്രണ്ട്സുമാരുടെ 4 പെൺപിള്ളേരും കൂടെ കറങ്ങാൻ പോയ നന്നായി എൻജോയ് ചെയ്തേ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അത് പിന്നെ നമ്മുടെ അബുദാബിയിലെ ഏറ്റവും വലിയ മാളായ യാസ് മാളൊക്കെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടെ ചെയ്യാം. എപ്പോഴും പറയും പോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ, അതുപോലെ ഷെയർ കൂടെ ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്ക്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.